ഒന്നാം പ്രതി സോണിയാഗാന്ധി, രണ്ടാം പ്രതി രാഹുൽ. 5000 കോടിയുടെ തട്ടിപ്പ് കുറ്റപത്രം കോടതിയിൽ. 25-ന് തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് സോണിയയും രാഹുലും കോടതിയിലേക്ക് പോകേണ്ടി വരും. സോണിയാഗാന്ധിക്കും രാഹുലിനുമെതിരെ എന്ത് നടപടിയാണോ എടുക്കേണ്ടത് അതിനുള്ള എല്ലാ അനുകൂല വിധിയും സുപ്രീം കോടതിയും നൽകിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. 2021-ൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഫണ്ട് ദുർവിനിയോഗം ചെയ്തു എന്ന് കാട്ടി സുബ്രഹ്മണ്യ സ്വാമി എന്ന BJP നേതാവ് നൽകിയ പരാതിയിൽ ED കേസെടുക്കുകയായിരുന്നു. ആ കേസെടുത്തുകൊണ്ട് അത് അന്വേഷിച്ച് കുറ്റപത്രം ED സമർപ്പിച്ചു കഴിയുമ്പോൾ യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ 38% ഓഹരികൾ കൈവശം വെക്കുന്ന രാഹുലും സോണിയയും പ്രതികളായി മാറുകയാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും നെറികെട്ട ആയുധം ഉപയോഗിച്ച് ഗാന്ധി കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള BJP തന്ത്രമാണിപ്പോൾ നമ്മൾ ഈ കാണുന്നത് അത്രയും. അതിനിടെ രാഷ്ട്രീയത്തിലേക്ക് കന്നിച്ചുവട് വെച്ച് അധികാരത്തിൽ കയറിയ പ്രിയങ്കയെയും വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭർത്താവ് റോബർട്ട് വാദ്രയിലൂടെ പ്രിയങ്കയെ ഒതുക്കാനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. അതാണ് ഇന്നലെ ED ഓഫീസിലേക്ക് കാൽനടയായി മാർച്ച് നടത്തിയ റോബർട്ട് വാദ്രയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ 661 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ED ആരംഭിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു 1938-ലാണ് പാർട്ടി മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത്. ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ അഥവാ AJL കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതി ഉണ്ട് എന്നായിരുന്നു ആരോപണം. ഏറ്റെടുക്കലിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായും ആരോപണമുണ്ട്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ 2012-ൽ പരാതിയുമായി രംഗത്തെത്തിയത്. ആ പരാതിയിന്മേൽ 2021-ൽ ED കൈവെക്കുകയും അതിതുവരെ എത്തി നിൽക്കുന്നതുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും രാജ്യവ്യാപകമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നുണ്ട്.